ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ പല ആൾക്കാർക്കുള്ളൊരു പ്രോബ്ലമാണ് ഒരു വാഹനം യു-ടേൺ ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ റോഡുകളിൽ പെട്ടെന്ന് വാഹനം തിരിച്ചെടുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ നമുക്ക് മുന്നിൽ തിരിക്കാനായിട്ട് മറ്റ് ഓപ്ഷൻസ് ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയൊരു സ്പേസേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലും നമുക്ക് വാഹനം വളരെ വേഗത്തിൽ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള 2-3 ഡെമോകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നത്. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ സ്പേസിലിട്ട് വണ്ടി പെട്ടെന്ന് തിരിച്ചെടുക്കാനും, അതോടൊപ്പം തന്നെ നമുക്കൊരു വാഹനം യു-ടേൺ ക്ലിയർ ആയിട്ട് എടുക്കാനും. യു-ടേൺ എടുക്കുമ്പോഴും പല ആൾക്കാർക്കും തെറ്റാറുണ്ട്. കാരണം യു-ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കായിരിക്കും തിരിയുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ടേൺ എടുത്ത് വരുമ്പോൾ സൈഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാകും, ചെറിയ ബാരിക്കേഡ് പോലെയുള്ളത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ പല ആൾക്കാർക്കും, തുടക്കക്കാർക്ക് സംഭവിക്കുന്നതാണ്, വണ്ടിയുടെ സൈഡിലുള്ള ഒബ്ജക്റ്റിൽ തട്ടുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ വീഡിയോകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പേജും കൂടെ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നൽകുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ കുറച്ച് മുന്നിലായിട്ട് നമുക്ക് വാഹനം ചെറിയൊരു സ്പേസിലിട്ട് തിരിക്കാം. അതായത് തീർത്തും ചെറിയൊരു സ്പേസിലിട്ട് തിരിക്കുന്നതാണ് ആദ്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അതിനുശേഷം നമുക്ക് യു-ടേൺ എടുക്കുന്നതും മറ്റു കാര്യങ്ങളും കൂടെ ഒന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ വാഹനം 3rd ഗിയറിലാണ് പോകുന്നത്. എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലുണ്ട്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ ഇതേ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, ഇവിടെ റോഡിന് വീതി കുറവാണ്. എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള റോഡിൽ എങ്ങനെ തിരിക്കാം എന്നുള്ളത് നോക്കാം. ഇനി നിങ്ങൾ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഒരു കാരണവശാലും വളവിലോ അതോടൊപ്പം തന്നെ നല്ല തിരക്കുള്ള റോഡുകളിലോ പോയി ഇതൊരിക്കലും ചെയ്യരുത്. അത്യാവശ്യം തിരക്ക് കുറവുള്ള സ്ഥലമാണ്, നമുക്ക് ധൈര്യമായിട്ട് തിരിക്കാം എന്നുള്ള സ്ഥലത്ത് മാത്രം ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ മാത്രം കൊടുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിലോ മറ്റൊരു ഗിയറോ ഇട്ട് വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കരുത്. ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിതേ മാക്സിമം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുക. ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വരിക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പൂർണ്ണമായിട്ടും നമുക്ക് വാഹനം റൈറ്റ് സൈഡിലേക്ക് ചേരണം. അതിന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഓടിച്ച് റൈറ്റ് സൈഡിലേക്ക് ചേരുന്നു. ഈ സമയത്ത് റൈറ്റ് സൈഡിലെ മിററിലൂടെ ബാക്ക് സൈഡ് നോക്കുക. ഓക്കെ, ഇപ്പം റോഡിൻ്റെ ഫ്രണ്ടിൽ വരെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് ആ സൈഡിലേക്ക് പോകണം, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. അതിന് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴേ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ആ സൈഡിലേക്ക് പോകുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വരും. നിങ്ങൾ നോക്കുക, ഞാനിത് ലെഫ്റ്റ് മിറർ നോക്കിക്കൊണ്ട് വാഹനത്തെ ബാക്ക് സൈഡിലേക്ക് മെല്ലെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് എടുക്കുകയാണ്. ഇനി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിലേക്ക് എടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ബാക്ക് ടയർ ഏകദേശം ഈ റോഡിൻ്റെ എൻഡ് ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ചവിട്ടി നിർത്തുക. അത് നമുക്ക് ഏകദേശം മിററിലൂടെ നോക്കുമ്പോൾ ബാക്ക് ഡോറിൻ്റെ ആ ഹാൻഡിലില്ലേ, ആ ഹാൻഡിൽ വെച്ച് നിങ്ങൾ എടുക്കുക. അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഇങ്ങോട്ടാണ് തിരിഞ്ഞെടുക്കുന്നത്. ആ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുക്കുക. മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ മുന്നോട്ട് നീക്കാം. ഒപ്പം ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുക. ഇതിപ്പോൾ വാഹനം ഫ്രണ്ടിലേക്ക് വന്നു. വീണ്ടും ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയർ കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. എന്നെങ്കിലല്ലേ നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് പോകത്തുള്ളൂ. ഇത് ഇടത്തെ സൈഡിലേക്ക് ഞാൻ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. എൻഡിലേക്ക് വന്നു. വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചിട്ട് ഇതേ വാഹനം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു മെത്തേഡ്. ഈ മെത്തേഡിൽ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഏത് സൈഡിലേക്കാണോ പോകേണ്ടത് ആ സൈഡിലേക്ക് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്താൽ മതി. അതായത് നമുക്ക് ഇടത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക, റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം. ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് ഇങ്ങോട്ട് മാറും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ തിരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എടുത്ത ഭാഗം നിങ്ങളൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഇടുങ്ങിയ ഒരു സ്പേസിലിട്ടാണ് വാഹനം തിരിച്ചത്. ഇനി ആവറേജ് ഒരു വീതി കൂടിയ ഒരു സ്പേസിലാണെങ്കിൽ എങ്ങനെയാണ് തിരിക്കേണ്ടത്?
അത്യാവശ്യം വീതി കൂടിയ ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ എങ്ങനെ തിരിക്കണം അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങളിവിടെ നോക്കുക, ഇവിടെ നമുക്ക് അത്യാവശ്യം വീതിയുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ ചേർന്ന് വരുന്നു. എപ്പോൾ തിരിക്കുമ്പോൾ ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്ക് തിരിക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, മാക്സിമം സ്പേസ് യൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയുക. തിരിയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു, പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇത്രയും സ്പേസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ആ സൈഡിലേക്ക് പോകണം. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് ആ സൈഡിലേക്ക് പോകും. ഒപ്പം വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ മാറി വരും. കണ്ടില്ലേ, റോഡിൻ്റെ ഈ സൈഡിലേക്ക് വരുന്നത് കണ്ടില്ലേ. ഓക്കെ, അതിനുശേഷം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക, ശേഷം നേരെയാക്കി കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഒരു യു ടേൺ എടുക്കാനായിട്ട് പോകാം. നമുക്ക് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ യു ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. നമ്മളൊരു ചെറിയൊരു സിറ്റിയിലേക്കാണ് വാഹനമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് യു ടേൺ എടുക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ മുന്നിലേക്ക് നോക്കുക. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബാരിക്കേഡ് സെൻറ്ററായിട്ട് വെച്ചേക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ ബാരിക്കേഡ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. ഒരു കാരണവശാൽ ഈ സൈഡിലേക്ക് നമ്മൾ ചേരരുത്, മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഇങ്ങനെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒടിയുക. നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് തിരിയാനായിട്ട് ശ്രമിക്കുക. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ തിരിയുകയാണ്. ഇവിടെ സ്പേസ് കുറവാണ്, അതുകൊണ്ട് ഇങ്ങനെ വരുന്നു. റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, വണ്ടി നേരെ ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നു, ഇടത്തെ സൈഡിലേക്ക് എടുക്കുന്നു. നോക്കുക, അതിനുശേഷം വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, മെല്ലെ വാഹനം എടുക്കുന്നു. നമ്മൾ ഈ ബാരിക്കേഡിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങോട്ട് ചേർന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് ആ ബാരിക്കേഡിൽ തട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം, മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ഇപ്പോൾ സെൻറ്റർ പോയിന്റിൽ ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കരുത്, കുറച്ചിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, അതിനുശേഷം ടേൺ എടുക്കുക. അപ്പോൾ നമുക്ക് ആ ബാരിക്കേഡിൽ തട്ടാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ടേൺ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ യു ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ യു ടേൺ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ, നമുക്ക് വാഹനം ഓടിച്ച് നല്ലൊരു പരിചയമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്ക് സെക്കൻഡ് ഗിയറിലേക്കൊക്കെ ടേൺ എടുത്തതിന് ശേഷം പെട്ടെന്ന് ക്യുക്കായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിപ്പോൾ എടുത്ത പോലെ തന്നെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് യു ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.